വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇറാൻ ഇസ്രായേലിന്റെ നേർക്ക് ആക്രമണം അല്ലെങ്കിൽ മിസൈൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ മിസൈൽ അറ്റാക്കിൽ ഇസ്രായേലിൽ യാതൊരു നാശനഷ്ടവും അത് വരുത്തിയിട്ടില്ല എന്നൊരു സുപ്രധാനമായിട്ടുള്ളൊരു അപ്ഡേഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും പരിക്കുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഒന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 2 മിസൈലുകളാണ് അത് ഇറാൻ ലോഞ്ച് ചെയ്തത്. അത് ഒന്ന് ഒരു ഓപ്പൺ ഏരിയയിൽ ചെന്നാണ് പതിച്ചത്. ഇനി വീണ്ടും അടുത്ത ഘട്ടത്തിൽ വീണ്ടും ഒരു മിസൈൽ അറ്റാക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിനാൽ തന്നെ വരും നിമിഷങ്ങളിൽ വീണ്ടും സൈറൺ മുഴങ്ങി കേൾക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വീണ്ടും അടുത്തൊരു അപ്ഡേഷൻ ഇതാ വീണ്ടും ഇസ്രായേലിൽ നിന്ന് വരികയാണ്. ടെല്ലവീവ് മേഖലയിൽ സൈറൺ മുഴങ്ങിക്കേൾക്കുന്നു. ടെല്ലവീവ് മേഖലയിൽ സൈറൺ മുഴങ്ങിക്കേൾക്കുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പ്രേക്ഷകർ പ്രത്യേകം മനസ്സിലാക്കുക, ലബനോനോട് ചേർന്ന് കിടക്കുന്ന ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലാണ് ഇറാൻ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തിയത്. പക്ഷേ ആ മിസൈൽ ചെന്ന് പതിച്ചത് ഒരു ഓപ്പൺ ഏരിയയിലാണ്. ഇസ്രായേലിലെ ആർക്കും അത് പരിക്കോ അല്ലെങ്കിൽ നാശനഷ്ടമോ ഒന്നും വരുത്തിയില്ല. വീണ്ടും ഒരു മിസൈൽ അറ്റാക്ക് ഇറാനിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് ടെല്ലവീവ് കേന്ദ്രീകരിച്ചാണ്. ടെല്ലവീവ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മധ്യ മേഖലയാണ്. അപ്പോൾ ഇതാ മധ്യ മേഖലയിലേക്ക് കൂടി ഇറാൻ ഇതാ ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇന്ന് ഇറാൻ നടത്തുന്ന 2ാമത്തെ മിസൈൽ ആക്രമണമാണ്. ആദ്യത്തേത് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്കായിരുന്നുവെങ്കിൽ ഇത് 2ാമത്തേത് ഇസ്രായേലിന്റെ മധ്യമേഖലയ്ക്ക് അതായത് ടെല്ലവീവിലേക്ക് ഇറാൻ ഇതാ ആക്രമണം നടത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരു ആക്റ്റീവ് പൊസിഷനിൽ തന്നെയാണ്. ഈ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ, അതിനെ നിർവീര്യമാക്കുവാൻ, ഉന്മൂലനം ചെയ്യുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ടെല്ലവീവിൽ ഇതാ സൈറൺ മുഴങ്ങിക്കേൾക്കുന്നു, മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത ഇതാ ഏറ്റവും ഒടുവിലായിട്ട് പ്രേക്ഷകർക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ സമയം രാവിലെ 10:30 10:00 ആയിരിക്കുന്നു. 2ാമതും ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നു. ആദ്യത്തേത് വടക്കൻ അതിർത്തിയിലേക്കായിരുന്നെങ്കിൽ ഇതാ 2ാമത്തേത് ടെല്ലവീവ് ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു. ആദ്യത്തെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല. അതൊരു ഓപ്പൺ ഏരിയ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ഏരിയയിലേക്ക് ചെന്ന് പതിക്കുകയായിരുന്നു. 2ാമത്തെ അറ്റാക്ക് ടെല്ലവീവ് കേന്ദ്രീകരിച്ചാണ്. ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാപനങ്ങളും ഭരണസിരാ കേന്ദ്രങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ടെല്ലവീവ് കേന്ദ്രീകരിച്ച് ഇറാൻ ഇതാ വീണ്ടും ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ അപ്ഡേഷൻ വരും നിമിഷങ്ങളിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ടെല്ലവീവിൽ ഉടനീളം സൈറൺ മുഴങ്ങിക്കേൾക്കുന്നു. ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് സന്ദേശങ്ങൾ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇസ്രായേലിൽ നിന്നും ഏറ്റവും ഒടുവിലായി. ഇസ്രായേലും ഇറാനും അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക വേഴ്സസ് ഇറാൻ ആ ഒരു സംഘർഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു അപ്ഡേഷൻ പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കുന്നത് ടെല്ലവീവിലെ ജനങ്ങളോട് സേഫ് റൂമുകളിലേക്ക് മാറുവാനുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. വരും മിനിറ്റുകളിൽ ആ മിസൈൽ ഇസ്രായേലിന്റെ ആകാശത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഇസ്രായേൽ തീർച്ചയായിട്ടും ഇന്റർസെപ്റ്റ് ചെയ്യും. കാരണം ടെല്ലവീവ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പട്ടണമാണ്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺഡോൺ പോലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ സർവ്വസജ്ജമായിരിക്കുന്നു ഈ വരുന്ന ബാലിസ്റ്റിക് മിസൈലിനെ അതിനെ നിർവീര്യമാക്കുവാൻ, ഉന്മൂലനം ചെയ്യുവാൻ. ജോൺ, അതെ, ഇറാനിൽ വളരെ മേജർ കോമ്പാറ്റ് തന്നെ നടത്തുവാനായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് വലിയൊരു ഭീകര യുദ്ധം തന്നെ അമേരിക്കയും ഇസ്രായേൽ ഇറാനും തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ വളരെ സജ്ജമാണ് എന്ന് തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആക്രമണവും ചെറുക്കുവാൻ ഇസ്രായേലിനോടും US-നോടും ഭീഷണികൾ മുഴക്കിയിട്ടുണ്ട് ഇറാൻ. പലപ്പോഴും ഞങ്ങൾ ആണവ നിരായുധീകരണം നടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന വാർത്ത, ട്രംപ് ഡിക്ലെയർഡ് മേജർ വാർ കോമ്പാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭീകര യുദ്ധം തന്നെ നടക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമെന്നോണം യുദ്ധക്കപ്പലുകളൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തുവിടാത്ത പല യുദ്ധ വെടിക്കോപ്പുകളും അതുപോലെ തന്നെ പല സന്നാഹങ്ങളും സന്നിഹിതമാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത, ടെൽ അവീവിലേക്ക്, ഇസ്രായേലിന്റെ പ്രദേശമായ ടെൽ അവീവിലേക്ക് വലിയൊരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വരും നിമിഷങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും. അവിടെയുള്ള സൈറനുകൾ തന്നെ മുഴങ്ങുന്നുണ്ട്. അവിടെയുള്ള ആളുകളോട് സേഫ് സോണുകളിലേക്ക് പോകാൻ തന്നെ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു യുദ്ധം സമാധാനത്തിൽ കലാശിക്കട്ടെ എന്ന് വെച്ചാൽ ഈ യുദ്ധം ജനത്തിനും അവിടെയുള്ള ആളുകൾക്കും, ഇറാനിലെ ജനങ്ങൾക്കും അതുപോലെയുള്ള മറ്റാളുകൾക്കും നന്മയ്ക്കായിട്ട് കലാശിക്കട്ടെ. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായി ഉപേക്ഷിക്കട്ടെ. അവിടെ നല്ലൊരു ഭരണമാറ്റം സംഭവിക്കും.
സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, 2 മിസൈലുകളാണ് ആദ്യഘട്ടത്തിൽ ഇറാൻ ഇസ്രായേലിന് നേർക്ക് ലോഞ്ച് ചെയ്തത്. അത് ഹൈഫ മേഖലയിലെ റിഫൈനറികൾ കേന്ദ്രീകരിച്ചാണ് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആ ഒരു മിസൈലുകൾ ലോഞ്ച് ചെയ്തത്. പക്ഷേ അതിന്റെ പേരിൽ യാതൊരു നാശനഷ്ടവും ഇസ്രായേലിന് സംഭവിച്ചില്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേഷൻ. അതിനുശേഷം മിനിറ്റുകൾക്കകം തന്നെ വീണ്ടും ഒരു മിസൈൽ അറ്റാക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു. ടെല്ലവീവ് കേന്ദ്രീകരിച്ച് ടെല്ലവീവിനെ ലക്ഷ്യമാക്കി വലിയ രീതിയിലുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇറാനിൽ ഉടനീളം ഈ മിസൈൽ ലോഞ്ചേഴ്സ് അത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഗലീലി മേഖലയിലാണ് ഈ മിസൈൽ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഒരു സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേട്ടത്. ഇറാൻ അവരുടെ മിസൈൽ ലോഞ്ചേഴ്സ് മൊബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഇറാനിലെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ അത് ഡൗൺ ആയിരിക്കുന്നു, അത് പ്രവർത്തിക്കുന്നില്ല എന്നൊരു വാർത്ത വരുന്നുണ്ട്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, സൈബർ അറ്റാക്ക് കൂടി ഇസ്രായേലും അമേരിക്കയും ഇറാന് നേർക്ക് നടത്തിയിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ അവിടുത്തെ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഡൗൺ ആയി പോകുന്നത്. അത് നമുക്ക് ആ ഒരു റിപ്പോർട്ട് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ സൈബർ അറ്റാക്ക് നടന്നു എന്നൊരു കാര്യം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ്. സെൻട്രൽ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് ഇതാ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു, ടെല്ലവീവ് കേന്ദ്രീകരിച്ച് ടെല്ലവീവിനെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ പ്രതിരോധ സേന നിർവീര്യമാക്കി ഉന്മൂലനം ചെയ്തിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേഷൻ ഇതാ